ഒരൊറ്റൊരു സയ്യിദിനെയും കുറ്റം പറയണ്ട. ജിഫ്രി തങ്ങളെ അവഹേളിക്കാൻ എന്ത് അവകാശമുള്ളത്? എങ്ങനെ നാവ് പൊന്നുന്നു? ഈ സദസ്സിൽ വെച്ച് ഇവിടുത്തെ മഹാനായ ഹസ്രത്ത് ഫഖീർ വലിയെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയട്ടെ, സാദാത്തുകളെ കുറ്റം പറയണ്ട. ജിഫ്രി തങ്ങള് സാദാത്ത് മാത്രമല്ല, ആലിമും കൂടിയാണ്. ആ മഹാനായ സയ്യിദ് ജിഫ്രി തങ്ങളുടെ നാവ് ഭയങ്കര മതമുള്ള നാവാണ്. ഇവിടെ വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 10-15 വർഷക്കാലം എന്റെ കൂടെ എന്റെ കാറിന്റെ ഡ്രൈവറായി എല്ലാ സ്ഥലങ്ങളിലും എന്റെ കൂടെ വന്നിരുന്ന ഷംസുദ്ദീനെ നിങ്ങൾക്കറിയുമോ? കല്ലൂരാവിയിലുള്ള നമുക്കറിയാം, CH മൊയ്തു ഹാജിയുടെ മകനാണ് ഷംസുദ്ദീൻ. ആ ഷംസുദ്ദീനോട് നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. മൂവാരിക്കുണ്ട് പള്ളി ഉദ്ഘാടനത്തിന്റെ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് അവിടെ വന്നപ്പോ ഷംസുദ്ദീന്റെ കൂടെ ഷംസുദ്ദീന്റെ മകൻ മിഥിലാജ് ഉണ്ടായിരുന്നു. മിഥിലാജ് ചെറുതാണ്. മിഥിലാജിന് കന്തൂറയോടും തൊപ്പിയോടും താല്പര്യമാണ്, പക്ഷെ പഠിക്കൂല. എപ്പോഴും ഈ ഷംസുദ്ദീൻ എന്നോട് പറയും, എന്താ പറയലേ, പഠിക്കുന്നില്ല, ഒന്നും തലക്ക് കയറുന്നില്ല, ഭയങ്കര കുരുത്തക്കേടാണ്, എപ്പോഴും ഏക മകനാണ്, വല്ലാത്ത പ്രയാസം പറയും. അങ്ങനെയുള്ള ഈ മിഥിലാജിനെയും കൂട്ടിയിട്ട് കാരണം എന്റെ വണ്ടി എടുത്തിട്ട് ഷംസ് മഹാനായ മഹമൂദ് ഉസ്താദിനെ കൂട്ടാൻ വേണ്ടി പോയി. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് മഹാനായ സയ്യിദ് അവർകൾ ആ പള്ളിന്റെ ചാരത്തിരിക്കുമ്പോ ഈ മിഥിലാജ് എന്ന് പറയുന്ന പൊന്നുമോനെ നോക്കിയിട്ട് ചോദിച്ചോ, എന്തെന്നറിയോ, നീ ഹാഫിളാണോ എന്ന്. ഒന്നേ ചോദിച്ചിട്ടുള്ളൂ, നീ ഹാഫിളാണോ എന്ന്. ഹാഫിള് പോയിട്ട് ഒരായത്ത് പോലും നേരാമെണ്ണ ഓതാൻ അറിയാത്ത ഈ മിഥിലാജിനോട് ഹാഫിളോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മിഥിലാജ് ആരാണെന്നറിയുമോ? നമ്മുടെ ഈ തൊട്ടുകിടക്കുന്ന കോയപ്പള്ളിയിൽ നടത്തുന്ന ഹിഫ്ള് ഖുർആൻ കോളേജില് എന്റെ പ്രിയപ്പെട്ടവരെ ഹിഫ്ള് നേടി ഹാഫിളായി ഈ കൊല്ലം പ്രിയപ്പെട്ടവരെ സർട്ടിഫിക്കറ്റ് സാക്ഷികളെ മുമ്പില് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മഹാനായ ജിഫ്രി തങ്ങളുടെ വായിൽ നിന്ന് ഒരൊറ്റ വാക്ക് ഹാഫിളോ എന്നുള്ളത്. അതുകൊണ്ട് മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ നമ്മൾ അവഹേളിക്കരുത്. പാണക്കാട് തെങ്ങന്മാരെ അവഹേളിക്കരുത്. അവരാണ് നമുക്ക് മാതൃക കാണിച്ചു തന്നത്. ആ മാതൃകയിലൂടെ മുന്നോട്ട് നമുക്ക് പോകാൻ വേണ്ടി കഴിയണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തുരങ്കം വെക്കുന്നവരെ, പാര വെക്കുന്നവരെ അകറ്റി നിർത്തിക്കൊണ്ട് ഇത്രയും കാലം ഐക്യത്തോടു കൂടെയായിരുന്നു പോയത്. ഞാൻ നിർത്തുകയാണ്. മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, സമസ്ത എന്നുള്ളത്. എന്ത് പ്രശ്നം വന്നാൽ പറയും, സമസ്ത എന്ത് പറഞ്ഞു എന്നാണ് മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ചില ആളുകളുടെ തെറ്റിദ്ധാരണകൾ നീക്കിയിട്ട് നമുക്ക് നിസ്കരിക്കാനും നോമ്പ് നോക്കാനും നമ്മുടെ വിശ്വാസമാകുന്ന വജ്രായുധത്തെ സംരക്ഷിക്കാനും കാവൽ നിന്ന കാവൽ പട്ടാളമാണ് സമസ്ത എന്ന് പറയുന്നത്.